നമസ്കാരം പ്രേക്ഷകരെ, ഞാൻ കാണിക്കുന്നത് അംജദ് എന്നു പേരുള്ള ഒരു ഗുണ്ടാ നേതാവിൻ്റെ ചിത്രമാണ്. ഈ ഗുണ്ടാ നേതാവ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാപ്പ ലിസ്റ്റിൽപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ്. തട്ടിപ്പ്, വഞ്ചന തുടങ്ങിയ അനേകം കേസുകളിൽ പ്രതിയായിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി വിലസി പലരെയും ഭയപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തയാൾ. ഇയാളുടെ ലീലാവിലാസങ്ങളെക്കുറിച്ച് വാർത്ത എഴുതിയതിൻ്റെ പേരിൽ മറുനാടനെ തീർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ തേടി എൻ്റെ വാഹനത്തിൻ്റെ പിന്നാലെ പലതവണ നടന്നയാൾ. കഴിഞ്ഞ കുറേ കാലമായി അയാളെക്കുറിച്ചൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം അയാളുടെ ഒരു വലിയ തട്ടിപ്പ് മറുനാടൻ പൊളിച്ചതായിരുന്നു. കോവിഡ് കാലത്ത് ജനങ്ങൾ വേദനിച്ചപ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായപ്പോൾ അനേകം തട്ടിപ്പുകാർ രംഗത്ത് വന്നിരുന്നു. അംജത്തും പരബ്രഹ്മ എന്ന പേരിൽ ഒരു തട്ടിപ്പ് മരുന്നുമായി രംഗത്ത് വന്നു. കോവിഡ് ഇല്ലാതാക്കും എന്ന് അവകാശപ്പെട്ടായിരുന്നു അംജദ് രംഗത്ത് വന്നത്. ഈ മരുന്ന് വില കൊടുത്ത് വാങ്ങിയ ഒരു ഹതഭാഗ്യൻ അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നതിനെ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ പരബ്രഹ്മ ഒരു തട്ടിപ്പാണെന്നും അതിന് പിന്നിൽ അംജദ് എന്ന ഈ അധോലോക നായകനാണെന്നും കണ്ടെത്തി. ഞങ്ങൾ ഈ പരബ്രഹ്മയ്ക്കെതിരെയും അംജദിനെതിരെയും നിരവധി വാർത്തകൾ കൊടുത്തു. കേരളത്തിലെ ഒരു പത്രത്തിലും ഒരു ചാനലിലും ഈ വാർത്ത വന്നില്ല. ആലപ്പുഴക്കാരനായ ഷൈൻ മുകുന്ദൻ എന്ന പേരുള്ള ഒരാളെ മുമ്പിൽ നിർത്തിയായിരുന്നു അംജദ് എന്ന തട്ടിപ്പുകാരൻ പരബ്രഹ്മ എന്ന പേരിൽ കോവിഡിൻ്റെ വെളിച്ചത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഞങ്ങളുടെ നിരന്തരമായ വാർത്തകളെ തുടർന്ന് ആ തട്ടിപ്പ് പ്രസ്ഥാനം പൂട്ടിക്കെട്ടിപ്പോയി. ഞങ്ങൾക്കെതിരെ അയാൾ കേസ് കൊടുത്തു. മറുനാടിനെ പൂട്ടിക്കെട്ടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അംജദ് രംഗത്തുമെത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അംജദിന്റെ തട്ടിപ്പുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. കർണാടക കോൺഗ്രസ് സെക്രട്ടറി ഷാജി ജോർജ് എന്നു പേരുള്ള ഒരാൾ കേരളത്തിൽ നിന്നും കുടിയേറി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി PCC സെക്രട്ടറി വരെ ആളാണ് ഷാജി ജോർജ്. ഷാജി ജോർജിന്റെ 70 ലക്ഷം രൂപ വിലയുള്ള മെഴ്സിഡസ് കാർ 48 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കോളാം എന്ന് കരാറുണ്ടാക്കി 6-7 ലക്ഷം രൂപ കൊടുത്തിട്ട് അതും കൊണ്ട് മുങ്ങി. ബാക്കി പണം ചോദിച്ചപ്പോൾ ഗുണ്ടകളെ വിട്ട് വിരട്ടിയതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിന് പേരിൽ കർണാടക പോലീസ് അയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലും പുറപ്പെടുവിച്ചിരുന്നു. ഹക്കീം എന്നു പേരുള്ള ഒരു ജുവലറി ഉടമയെ ആക്രമിക്കുകയും അയാളുടെ 4 കിലോഗ്രാം സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും അടിച്ചു മാറ്റുകയും ചെയ്ത കേസിലെ പ്രതിയാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിക്കൊണ്ടുപോകലും വധശ്രമവും കള്ളപ്പണ ഇടപാടുമടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് അംജദ്. എന്നാൽ അംജദിന് വലിയ രാഷ്ട്രീയ ബന്ധമുണ്ട്. അംജദിനെതിരെ ഞങ്ങളുടെ വാർത്ത വന്നപ്പോൾ ശ്യാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവർ മറുനാടിനെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഫോൺ വിളിച്ചിരുന്നു. അങ്ങനെ ഗുണ്ടാപ്പണി ചെയ്ത് ജീവിക്കുന്ന അംജദ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അംജദ് കേരളത്തിൽ അറിയപ്പെടുന്ന 2 യൂട്യൂബർമാരെ ഇതിനോടകം കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അതിലൊരു യൂട്യൂബറുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സുപരിചിതനായ യൂട്യൂബറാണ്. അദ്ദേഹം പേര് വെളിപ്പെടുത്തരുത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ട്രാപ്പിൽപ്പെടുത്തി അതിക്രൂരമായി മർദ്ദിച്ചെന്നും അയാൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മർദ്ദിച്ച് പലതും റെക്കോർഡ് ചെയ്തെടുത്തെന്നും എന്നോട് പറഞ്ഞു. ഹൃദ്രോഗിയ ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. ആ യൂട്യൂബർ എന്നോട് പറഞ്ഞത് മറുനാടൻ്റെ വിശദാംശങ്ങൾ അറിയണം, മറുനാടൻ എവിടെയെന്ന് പറയണം, മറുനാടൻ്റെ യാത്രാ വിവരങ്ങൾ ശേഖരിച്ച് തരണം എന്ന് പറഞ്ഞാണ് മർദ്ദിച്ചത് എന്നാണ്. അല്ലാതെ ഒരു കാരണവും അയാളെ മർദ്ദിക്കുന്നതിനില്ല എന്ന് പറയുന്നു. ഞാൻ ആ യൂട്യൂബറോട് ചോദിച്ചു, നിങ്ങൾ കേസ് കൊടുത്തോ? അയാൾ പറഞ്ഞു, ഇല്ല, കേസ് കൊടുക്കാൻ ധൈര്യമില്ലെന്ന്. ഇതൊരു പക്ഷേ അയാൾക്ക് ആവേശം നൽകി കാണാം. അതിനിടയിലാണ് മറ്റൊരു യൂട്യൂബറെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നത്. ഈ യൂട്യൂബറെ പലർക്കും പരിചയമില്ല. കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായിരുന്നു ഇയാൾ. നേരിട്ട് വാർത്ത അവതരിപ്പിക്കാറില്ലെങ്കിലും അയാളാണ് കഴിഞ്ഞ 3-4 വർഷമായി സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ചാനലിൻ്റെ ശില്പിയായി മുമ്പോട്ട് പോയത്. ഞാൻ ആ ചാനലിൻ്റെ പേര് ബോധപൂർവം പറയാത്തതാണ്. കാരണം ആ ചാനലിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം കൈപ്പറ്റുന്നു, ഭീഷണിപ്പെടുത്തുന്നു, സംഘപരിവാറിൻ്റെ ബന്ധം പറഞ്ഞുകൊണ്ട് പലരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇവരിൽ പലരും നേരിട്ട് തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇടയ്ക്കിടെ ഇതിലെ CEO-മാർ മാറും. ഒരു CEO പുറത്താകുമ്പോൾ അയാൾ ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ശത്രുവാകും. ഈ തട്ടിപ്പനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരാളാണ് താനും. ഞാൻ ആ ചാനലിൻ്റെയോ ഇതിലെ വ്യക്തിയുടെ പേര് പറയാത്തത് അതും ഒരു അലങ്കാരമായി കരുതി അവർ ആഘോഷമാക്കും എന്നതിൻ്റെ പേരിലാണ്. അവരൊരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്നു എന്ന പേരിൽ വലിയ തോതിൽ പണം പിരിച്ചിരുന്നു. അതും ഇവരുടെ പൊതു തട്ടിപ്പിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അവഗണിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. എന്തായാലും ഈ ചാനലിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ എന്ന് കഴിഞ്ഞ 3-4 കൊല്ലമായി ചാനൽ തന്നെ പറഞ്ഞിരുന്ന ആൾ ഇപ്പോൾ ആ ചാനലുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ചാനൽ അധികാരികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് മുന്നോടിയായി സംഭവിച്ചത് ഈ ആളെ, ഈ അംജദ് എന്ന് പറയുന്ന ഗുണ്ട പിടിച്ചുകൊണ്ടുപോയി ഇടിച്ചവശനാക്കുന്നതാണ്. ആ ദൃശ്യങ്ങൾ മിക്കവരും തന്നെ കണ്ടതാവും. ഞാൻ ആ ദൃശ്യം ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിക്രൂരമായി ഒരു മനുഷ്യനെ ഒരു ലൈവ് ക്യാമറയ്ക്ക് മുമ്പിൽ നിർത്തി
ഇടിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഈ ഇടിക്കുന്നയാൾ അംജദാണ്. ഈ പറയുന്ന ചാനലിൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ദുരൂഹമാണ്. അവർക്ക് ബ്ലാക്ക് മെയിലിംഗ് ഹിസ്റ്ററി ഉണ്ട്. അവിടെ വന്നു പോകുന്ന ആളുകളിൽ പലരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. ഇടികൊള്ളുന്ന ആൾ എത്തരക്കാരനാണ് നമുക്കും അറിയില്ല. അയാളുടെ ഭാഗത്താണോ ന്യായം, അതോ അയാൾ കുഴപ്പക്കാരനാണോ നമുക്കറിയില്ല. പക്ഷെ അയാളെ പരസ്യമായി കാപ്പ കേസിൽ വരെ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഇടിക്കുകയാണ്. ഇടിച്ചിട്ട് ആ ദൃശ്യം അയാൾ തന്നെ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. ഒരാളെ ക്രൂരമായി ഇടിച്ച് വശാക്കുന്നു. അയാളും ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. ആലോചിച്ച് നോക്കി, ക്രൂരമായി ഇടിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടും അയാളും കേസ് കൊടുത്തിട്ടില്ല. ഇടി കൊണ്ട രണ്ടുപേരും എന്നെ വിളിച്ചു പറഞ്ഞു സൂക്ഷിക്കണം. ഈ രണ്ടുപേരോടും അംജദ് പറഞ്ഞു മറുനാടനാണ് അയാളുടെ ടാർഗറ്റ്. മറുനാടനെ ഞാൻ പിടികൂടിയിരിക്കും, ഇടിച്ച് ഇല്ലാതാക്കിയിരിക്കും, കൊന്നുകളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു എന്ന് രണ്ടുപേരും എന്നോട് പറയുന്നു. അതൊന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നു. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്, ഗുണ്ടകളെ പേടിച്ച് എൻ്റെ പണി അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഗുണ്ടകൾ ഗുണ്ടകളാണെന്ന് തന്നെ പറയും, അഴിമതിക്കാരാണെന്ന് തന്നെ പറയും. ഇന്ത്യ മഹാരാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ അവകാശങ്ങളിൽ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. ഇന്ത്യൻ ഭരണഘടന എന്നെ സംരക്ഷിക്കും എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം ഇതുവരെ ഫലപ്രദമാവുകയും ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് അംജദ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഭയന്ന് അയാളെ പേടിച്ച് ഈ പണി അവസാനിപ്പിക്കാൻ ഒരുക്കമല്ലാത്തത് കൊണ്ടാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഇത്തരം അംജദ്മാരെ മറികടന്ന് തന്നെയാണ് തൻ്റെ ഇടത്തോടുകൂടി ഈ പണി ചെയ്തത്. ആ പണിയിൽ മുമ്പോട്ട് പോകും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു അറിയപ്പെടുന്ന ഗുണ്ടയ്ക്ക് അറിയപ്പെടുന്ന മനുഷ്യരെ പോലും പരസ്യമായി ഇടിക്കാനുള്ള ധൈര്യമുണ്ടെന്നും അതിൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ ഇടി കൊണ്ടവർക്കോ കേസെടുക്കാൻ പോലീസിനോ ധൈര്യമില്ല എന്നതും അടയാളപ്പെടുത്തുന്നത് നമ്മുടെ നാട് എവിടെ വരെയായി എന്നതിന് തെളിവാണ്. ഇതല്ല, ഇതിൻ്റെ അപ്പുറവും കാണേണ്ടി വരും. ഈ പിണറായി വിജയൻ ഈ നാട് ഭരിക്കുന്നിടത്തോളം കാലം എന്ന് തീർച്ച. ഗുണ്ടകൾക്കും ലഹരി വ്യാപാരികൾക്കും ഇവിടെ യഥേഷ്ടം ജീവിക്കാം. അവർ ജയിലിലാവുകയില്ല. അവർ അവരുടെ ഗുണ്ടാപ്പണിയുമായി തുടരും. പക്ഷെ നീതിബോധമുള്ള മനുഷ്യർ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഇടികൊണ്ട് രണ്ടുപേരും പരാതിപ്പെടാത്തത് കൊണ്ടും അവർക്ക് വേണ്ടി വാർത്ത ചെയ്യണം എന്ന് ആവശ്യപ്പെടാത്തത് കൊണ്ടും അവരുടെ ഇടപാടിനെ കുറിച്ച് മറുനാടിന് ഒരു നിശ്ചയവും ഇല്ലാത്തത് കൊണ്ടും അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ നീതി എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടും പക്ഷം ചേരുന്നില്ല. പക്ഷേ പരസ്യമായി ഒരാളെ ഇടിക്കുക, അയാളെ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അതിൻ്റെ വീഡിയോ ദൃശ്യമെടുത്ത് പകർത്തുക എന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നു എന്നത് ഈ ലോകം അറിയേണ്ടതാണ്. ഈ നാട് മറക്കാതെ അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതാണ്.